ഈ വഴികൾ മുഴുവൻ വന്നത് യമനിൽ നിന്നാണ്. വരക്കല തങ്ങൾ പാപ്പ വന്നത് യമനി പാരമ്പര്യത്തിലാണ്. മമ്പുറം തങ്ങൾ വന്നത് യമനി പാരമ്പര്യത്തിലാണ്. ശംസുൽ ഉലമ വന്നത് യമനി പാരമ്പര്യത്തിലാണ്. സയ്യിദുൽ ഉലമ ഈ ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന സയ്യിദുൽ ഉലമ യമനി പാരമ്പര്യത്തിലാണ്. പാണക്കാട്ട് സാദാത്തുക്കൾ യമനി പാരമ്പര്യമുള്ളവരാണ്. അൽ ഈമാനു യമാനി വൽ ഹിക്മത്തു യമാനിയ വശറഅത്തു യമാനിയ മുത്തനബി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൗദുൽ കൗതറിൽ നിന്ന് ആദ്യം വെള്ളം കിട്ടുന്നത് അഹ്ലുൽ യമനാണെങ്കിൽ മുത്തനബി പറഞ്ഞു അന യമാനി, ഞാൻ യമനിയാണ്. വൽ കഅബത്തു യമാനിയ, കഅബാലയം പോലും യമനിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ യമനി പാരമ്പര്യത്തിലാണ് ഹദ്ദാദും ഖുത്ബിയത്തും ബദരിയത്തും ഒരുപാട് പുണ്യകർമ്മങ്ങൾ ഈ കേരളക്കരയിലേക്ക് കടന്നു വന്നത്. ഔലിയാക്കൾ വന്നത്, തസവുഫ് വന്നത് അത് സംരക്ഷിക്കാനാണ്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ നേതൃത്വത്തിൽ ഈ ഉമ്മത്ത് സർവസജ്ജരായിട്ടുള്ളത്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സയ്യിദ് ഹുസൈൻ ജിഫ്രി തങ്ങളുടെ മൗലിദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ 5ാമത്തെ വല്ലിപ്പയാണ്. മമ്പുറം തങ്ങൾ കത്തയച്ചു വരുത്തിയതാണ്. ആ 5ാമത്തെ വല്ലിപ്പാന്റെ 5ാമത്തെ പേരക്കുട്ടിയായി സയ്യിദുൽ ഉലമ ശംസുൽ ഉലമയുടെ അരുവശിഷ്യൻ ഈ ഉമ്മത്തിന് നേതൃത്വം നൽകുന്നുണ്ടെങ്കിൽ, ശൈഖുൽ ജാമിയ ഈ ഉമ്മത്തിന് നേതൃത്വം നൽകുന്നുണ്ടെങ്കിൽ, പാണക്കാട്ട് സാദാത്തുക്കൾ യമനി പാരമ്പര്യമുള്ളവർ ഈ ഉമ്മത്തിന് നേതൃത്വം നൽകുന്നുണ്ടെങ്കിൽ, സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ വിശ്വാസാദർശങ്ങൾക്കും ഒരു ഉരുക്കുകൊട്ട പോലെ ഈ സമസ്തയുടെ പടയണി എന്നും